മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത തുകയടച്ച് അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ചു നൽകണമെന്ന് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ഒക്ടോബറോടെ തിരഞ്ഞെടുപ്പുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതിനായി ഒരു മുഴം മുൻപേ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവർ പാർട്ടി ഓഫീസിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് ഓഗസ്റ്റ് 10-ാം തീയതിക്കുള്ളിൽ നൽകണമെന്ന് പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ 20,000 രൂപയും വനിത, പട്ടികജാതി പട്ടികവർഗ വിഭാഗ സ്ഥാനാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ 10,000 രൂപയുമാണ് ഫീസ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് പാർട്ടി സജ്ജമാണെന്ന് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെ അറിയിച്ചിരുന്നു. സഖ്യധാരണകൾ പ്രകാരമാണ് മത്സരിക്കുകയെങ്കിലും എല്ലാ സീറ്റിലും മത്സരിക്കുന്നുവെന്ന വാശിയിലായിരിക്കും പാർട്ടി പ്രവർത്തിക്കുക എന്നും അദ്ദേഹം പറയുകയുണ്ടായി. NCP ശരത് പവാർ വിഭാഗവും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും കോൺഗ്രസും ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡി സഖ്യം 288 സീറ്റുകളും തത്തുല്യമായി വീതിച്ചെടുക്കുമെന്നായിരുന്നു ആദ്യ സൂചന. എന്നാൽ ഇവയിൽ ഇനിയും ചർച്ചകൾ നടക്കുമെന്ന് 3 പാർട്ടികളുടെയും വക്താക്കൾ അറിയിച്ചിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിനും ഇറങ്ങുന്നത്. ആകെയുള്ള 48 ലോക്സഭാ മണ്ഡലങ്ങളിൽ 30 സീറ്റുകൾ നേടി സഖ്യം കരുത്തു തെളിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ സീറ്റ് തർക്കം ഉടലെടുത്തിരുന്നുവെങ്കിലും ചർച്ചകൾ നടക്കട്ടെ എന്നതായിരുന്നു 3 പാർട്ടികളുടെയും നിലപാട്. അതേസമയം ഇത്തവണ UP-യിൽ കോൺഗ്രസിനെ രക്ഷിച്ചത് ദളിത് വോട്ടുകളാണ്. ദശകങ്ങൾക്ക് ശേഷം ദളിത് വോട്ടുകൾ മടങ്ങി വന്ന സന്തോഷത്തിലാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നേട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ ഈ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ 2027-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട ദളിത് സമുദായങ്ങളെ ഒപ്പം നിർത്താനുള്ള പ്രവർത്തന പദ്ധതി തയ്യാറാക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് ഇന്ന്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പുതിയ നീക്കം. ദളിത് വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേക അംഗത്വ വിതരണം നടത്താനൊരുങ്ങുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ്. ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും സ്വാധീനമുള്ള ദളിത് വ്യക്തിത്വങ്ങളെ തിരിച്ചറിഞ്ഞ് അവരിലെത്തുക. ഡിവിഷൻ തലങ്ങളിൽ പ്രത്യേക സമ്മേളനങ്ങളും ജില്ലാതല ദളിത് കൂട്ടായ്മകളും സംഘടിപ്പിക്കും. ലക്നൌവിലെ സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന ഉന്നതാധികാര സമിതി യോഗത്തിലാണ് 15 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ വിശദ രൂപം ഉണ്ടായത്. സംസ്ഥാനത്തെ വിവിധ ദളിത് നേതാക്കളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷമാണ് പരിപാടിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. പരിപാടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സ്വദേശമായ ഗോരഖ്പൂർ, ലക്നൌ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തട്ടകമായ വാരണാസി, മീററ്റ് എന്നിവിടങ്ങളിലാണ് ആദ്യത്തെ 4 സമ്മേളനങ്ങൾ നടക്കുക. ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്.